അങ്ങ് ഹോളിവുഡിൽ നിന്ന് എവിടെ നിന്ന് ജുറാസിക് പാർക്കിൽ നിന്ന് അതിൻ്റെ തായ് വഴികളിലൂടെ സഞ്ചരിച്ച് ജുറാസിക് പാർക്ക് വിട്ട് വേൾഡിലെത്തി. വേൾഡിൽ നിന്ന് വീണ്ടും ആ വേൾഡ് ഇറക്കി ഭൂതണ്ട് ഇറക്കിയിട്ടും രക്ഷയില്ലെന്ന് കണ്ട ഹോളിവുഡ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് വീണ്ടും അതിൻ്റെ റീബർത്തായിട്ട് വന്നിരിക്കുകയാണ്. ജുറാസിക് വേൾഡിൻ്റെ റീബർത്തായിട്ട്. ഇത്തവണ ഇതിൻ്റെ സാരഥി വേറെ ആരുമല്ല, ഗാരത്ത് എഡ്വേർഡ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. കാരണം ഗാരത്ത് എഡ്വേർഡ്സ് ആണ് നമ്മുടെ ഗോഡ്സില്ല 2014 ഗോഡ്സില്ലയുടെ. അതെ എനിക്ക് അത് കാരണമാണ് ഞാൻ അതിനു മുമ്പുള്ള മോൺസ്റ്റർ കഥ കഴിഞ്ഞിട്ട് കണ്ടത്. പുള്ളി മോൺസ്റ്റർ സിനിമകളുടെ ഒരു നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഗോഡ്സില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോൺസ്റ്റർ. ഏത് ഗോഡ്സില്ല? 2014 വർഷം. അതായത് അതിനുശേഷം വന്ന ഗോഡ്സില്ല വേഴ്സസ് കോങ് ഒക്കെ പേഴ്സണലി എനിക്ക് കുറച്ച് ഡൗൺ പടമായിരുന്നു. അത് ആക്ച്വലി എന്താ പറയാ, ഈ കൊമേഴ്ഷ്യലി വേണ്ടി ഫാൻസിനെ ഉണ്ടാക്കിയത്. മറ്റേ തമിഴ് പടം തെലുങ്ക് പടം പോലെ ഈ കോങ്ങും ഗോഡ്സിലയും കൂടി വെക്കുന്ന പരിപാടിയായിരുന്നു അതിനകത്ത്. പക്ഷേ ഗോഡ്സില്ലയുടെ ടോണിലല്ല പിന്നെയുള്ള ഒരു സിനിമ. അതായത് അന്ന് ഗോഡ്സിലേക്ക് ഉണ്ടായിരുന്ന വലിയ നെഗറ്റീവ് ആയിരുന്നു, കാരണം ഗോഡ്സിലേക്ക് സ്ക്രീൻ സ്പേസ് കുറവാന്ന് പറഞ്ഞു. അതായത് 11 മിനിറ്റ് എന്തോ ഉള്ളൂ. പക്ഷെ ആ സിനിമയിൽ ഗോഡ്സിലെ പ്രസന്റ് ചെയ്തേക്കുന്നത് സ്കെയിൽ വൈസ് പ്രസന്റ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അത് അത്രയും നല്ല രീതിയിൽ പുള്ളി പിന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ ഇവർ ഈ പറയുന്ന ജുറാസിക് പാർക്കിനെ പറ്റിയും അല്ലെങ്കിൽ ജുറാസിക് വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കുള്ള സംഭവം, ഡൈനോസോഴ്സിന്റെ സീനുകൾ ഒരുപാടുണ്ട് പടത്തിൽ, പക്ഷേ ഒന്നും എഫക്റ്റീവ് അല്ല. ഇത് പക്ഷേ എപ്പോഴും എല്ലാവരും എന്തുകൊണ്ട് ജുറാസിക് പാർക്ക് 1 പറ്റി പറയുന്നത് 10 മിനിറ്റിലുള്ളൂ ഡൈനോസോർ. അതേ ടെക്നിക്കാണ്, അതേ ആ ക്ലാസിക് ഫിലിം മേക്കിംഗ് ലൈനാണ് ഈ ഇദ്ദേഹം ഗാരത്ത് എഡ്വേർഡ്സ് ഈ ഗോഡ്സിലും ചെയ്തത്. പക്ഷേ ഇവിടെ റീബർത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ വിചാരിച്ച അതേപോലൊരു പടം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഗോഡ്സിലെ ഞാനും എക്സ്പെക്ട് ചെയ്ത് ആ ഗോഡ്സിലേക്ക് ആ മൂഡ് തന്നാൽ മതിയായിരുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഈ സിനിമ ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണ്. എനിക്ക് ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ പടം കാണാൻ പോയി എന്ന ലൈനിൽ കാണുവാണെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഈ വേൾഡ് സീരീസ് ഓഫ് സിനിമകളുണ്ട്. ഇപ്പം ജുറാസിക് വേൾഡ് ആയതിനു ശേഷമുള്ള സീരീസ് ഓഫ് സിനിമകളിൽ തമ്മിൽ അതിൻ്റെ അതേപോലത്തെ ഒരു ആവറേജ് ജുറാസിക് വേൾഡ് പടം, ചെറിയ പടം വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതും കണ്ടത് ഇപ്പം അടുപ്പിച്ച് 2 പടം 4DX കണ്ടു. നമ്മുടെ F1 കണ്ടു, ഇതും കണ്ടു. F1 സംഭവം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാറിൻ്റെ അടുത്തൂടെ പോയി ഇട്ട് തുറപ്പിക്കും. ഇത് ഡൈനോസോർ എന്ത് സംഭവിച്ചാലും നമ്മൾ ഇറങ്ങാതിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു 4DX ഇനി ഇത് വർക്ക് ചെയ്യാത്തതാണോ, ഇടയ്ക്ക് ഇങ്ങനെ ബോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുലുങ്ങും, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ പിന്നെ ചെറിയ ചെറിയ കുലുക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 4DX കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. എനിക്കാണെങ്കിൽ ഫ്രീ പോപ്കോൺ കിട്ടി 4DX കണ്ടപ്പോൾ. അതാണ് ആ പടം ഞാൻ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവാഞ്ഞത്. നിങ്ങളതിൻ്റെ പോപ്കോൺ എന്ത് ചെയ്ത് കഴിച്ചാൽ? പോപ്കോൺ ഞാൻ അപ്പുറത്തിരുന്ന കപ്പിളിന് കൊടുത്തു. അവർ മനസ്സമാധാനത്തോടെ വന്നിരുന്ന ജുറാസിക് പാർക്ക് കാണാൻ 4DX മനസ്സമാധാനത്തോടെ ഏത്. അപ്പോൾ അവരുടെ സ്വർഗത്തിൽ കട്ടുറുമ്പോൾ അവൻ പോപ്കോണുമായിട്ട് ഞാൻ പടം കഴിഞ്ഞ് നോക്കിയത് പോപ്കോണൊക്കെ നിലത്ത് കിടക്കുമായിരുന്നു. അവർക്ക് ആദ്യത്തെ കുലുക്കത്തിൽ പോപ്കോൺ താഴെ പോയി. ഈ സിനിമ കാണുവാണോ എന്തോ. മറ്റേ ഇവരില്ലേ എന്താ ഇതിനു മുമ്പ് 4DX ആക്ച്വലി ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ എന്തോ പരസ്യം ഓടിക്കും ഹൃത്തിക്കൊക്കെ ഉള്ള. അപ്പോൾ അത് ഭയങ്കര കുലുക്കുവാണ്. അപ്പോൾ ആ കുലുക്കത്തിൽ തന്നെ എല്ലാം താഴെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ബാക്കിൽ നിന്നൊരു പെങ്കൊച്ച് ആ കുലുക്കം കഴിയുമ്പോൾ ഈ വിഷയം പടം എത്ര മണിക്കൂറുണ്ടെന്ന്. സീറ്റ് ഇച്ചിരി ഉള്ളൂ, ചാരാനും പറ്റത്തില്ല. ഇതിങ്ങനെ കുലുങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഫുൾ ചെയ്ത് പിടിച്ചിരിക്കണം, ഒരുപാട് കുലുക്കുക. അപ്പോൾ 4DX കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഈ പടം. F1 ആണെങ്കിൽ കണ്ടോ, F1 ഭയങ്കര 4DXൽ വെറുത്തായിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ റേസിംഗ് സീക്വൻസ് POV ഷോട്ട്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ വിഷയം റീബർത്ത്. അതെ, റീബർത്ത്. എനിക്ക് മറ്റേ കമ്പയർ ചെയ്യുമ്പോഴേ മറ്റേ ഗോഡ്സില്ലയിൽ ഫുൾ നൈറ്റിൽ നടക്കുന്നത്, അതുകൊണ്ടാണോന്നറിയില്ല ഈ ജുറാസിക് പാർക്കിൽ എപ്പോഴും വർക്കാവുന്ന സീനുകൾ നൈറ്റ് സീക്വൻസും ഹൊററുമാണ്. ഇത് ഭയങ്കര ബ്രൈറ്റ് ഡേ ലൈറ്റിലുമാണ്. ഇവർ വളരെ ഫിക്സ് ചെയ്തൊരു പാറ്റേൺ ആണ്. അത് പടം തുടങ്ങുമ്പോൾ ടപ്പ് എന്നാണ് പോകുന്നത്. നമ്മൾ തുടങ്ങി ഒരു 15 മിനിറ്റിൽ എന്താണ് പടത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നു, ഡിസൈഡ് ചെയ്യുന്നു. അതെ ഈ വേൾഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പരിപാടി എന്ന് പറയുന്നത്, ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഡിനോസറുകളെ കണ്ട് ജനങ്ങൾ മടുത്തു എന്നുള്ള ഐഡിയ ആണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതായത് ഇന്നും അനക്കോണ്ട വന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സൂയി ക്യൂ അങ്ങനെയുള്ളപ്പോ ഈ കഥ നടക്കുന്ന ഒരു 30 വർഷത്തിന് ശേഷം മടുത്തു ആളുകൾ. നടു റോട്ടി ഡൈനോസർ ചാകം കിടക്കുമ്പോൾ എന്ത് വേണ്ടത് മാറ് അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് വണ്ടി പോകണമെന്ന്. അപ്പം അങ്ങനെയുള്ള അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഐഡിയ ആണ്. പ്രത്യേകിച്ച് എൻ്റെ പടം ഡിനോസറുകളാണ് അതിൻ്റെ ഹൈലൈറ്റ്.
ആ പടത്തിൽ ഡിനോസറുകളെ ഹൈലൈറ്റ് അല്ല. ഡിനോസറുകളെ വെറുത്ത ജനങ്ങളാണ്. അതായത് ഡിനോസർ ആ ഐഡിയ എന്തോ ഭയങ്കര ക്ലാഷാണ്. ആ 5 മിനിറ്റ് തുടങ്ങിയപ്പോൾ ഈ ഐഡിയ പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് മടുപ്പാണ് പടം. അതുപോലെ തന്നെ പിന്നെ സ്കാർലറ്റ് ജോഹാൻസൺ വരുന്നു, പുള്ളിക്കാരത്തി മെർസണറി പോലെ എന്തോ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. സ്ക്രിപ്റ്റിംഗ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ടു ദ പോയിന്റ് ടെംപ്ലേറ്റ് ആണ്. ചേട്ടാ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ജുറാസിക് പാർക്കിലും ജുറാസിക് വേൾഡിലും എല്ലാം ഉള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടല്ലോ, ഈ മൊമെന്റുകളുടെ എല്ലാത്തിൻ്റെയും ഒരു റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റിക്രിയേഷൻ പോലല്ല, ഇവർ അതിന് ഒരു ഹോമേജ് കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് സാധനമാണ്. കഴിഞ്ഞ പടങ്ങളിലേക്ക് ഈ ജീപ്പ് കൊണ്ടുവരിക, അങ്ങനെ അത് കഴിഞ്ഞ പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അത്രയും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിലും ഈ പറയുന്ന കുറേ നമുക്ക് സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. എസ്പെഷ്യലി മറ്റേ ഇവരുടെ ആ ഫെസിലിറ്റിയിൽ വന്നിട്ട് നൈറ്റ് ഒരു സീനുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിനകത്തുള്ള. അപ്പോൾ ആ സീനൊക്കെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആ കിച്ചണിൽ നടന്ന സീക്വൻസ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന. പക്ഷെ എനിക്ക് തോന്നി കിച്ചണിലെ സീൻ കുറെ കൂടെ ക്യാരക്ടേഴ്സിന് ഇന്റലിജൻസ് ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മണ്ടത്തരം. ചേട്ടാ അത് മണ്ടത്തരം എന്ന് വെച്ചാൽ തിയേറ്ററിനകത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടോണ്ട് നമ്മൾ എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ ഇവിടെ നോക്കി നടക്കുന്നത് ഡിനോസറാണ്, ഇച്ചിരി വില കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. കാരണം ഇവര് ആ കൊച്ചക്കന്മാരെ കാണിക്കുന്നത് അതിനകത്ത് കയറി മറഞ്ഞിരിക്കും. ഈ ഡൈനോസർ അത് തിരിച്ചു പോയി കഴിഞ്ഞ ഉടനെ അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ പുറത്ത് ഒട്ടും ടൈം കൊടുക്കുന്നില്ല. അതായത് അത് പോയോ ഇല്ലയെന്ന് നോക്കാനൊന്നും നിൽക്കുന്നില്ല, അങ്ങ് ഇറങ്ങിയേക്കുക. അതായത് അത് ചിലപ്പോൾ ഒമാജായിരിക്കും. അതായത് സെക്കൻഡ് പടത്തിൽ ഒരാൾ, അതായത് എല്ലാവരും ഡിനോസറുകളിൽ നിന്ന് പേടിച്ചൊരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എന്നിട്ട് ഒരാൾ മുള്ളാൻ വേണ്ടി ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറി കാട്ടിനകത്ത് അപ്പോഴാണ് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അതേപോലെ ഇതിനകത്ത് വരുന്നത് ഞാൻ മുള്ളിട്ട് വരാന്നുകൊണ്ട് അങ്ങ് പോവുക. പക്ഷെ ആ സീൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ആ സീക്വൻസ് ഒരു നല്ല രസമാണ്. അതായത് ആൾ നടന്നിങ്ങനെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു മറ്റേ നമ്മുടെ ഇത് എന്താണ് അതിന്റെ പേര്, പറക്കുന്നല്ല, മറ്റേ ഇവനെ പിടിക്കാൻ വരുന്നത് റാപ്റ്റർ അല്ല. കാരണം പിന്നീടുള്ള സിനിമകളിൽ റാപ്റ്ററിന്റെ ഷേപ്പില് വ്യത്യാസം, അത് റാപ്റ്റേഴ്സ് കുറെ കൂടെ ബേർഡ് ലൈക്ക് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ഫെദറി അങ്ങനെയൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ചേഞ്ച്. അതായത് പേലിയോളജിയിൽ വന്ന ഡിഫറൻസസ് ഇതിനകത്തെ ഡിസൈൻസിലും വരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ സിനിമയിലെ റാപ്റ്റർ കുറെ കൂടെ കളർഫുൾ ഒക്കെ അല്ല, ഇത് റാപ്റ്ററിനൊക്കെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ, അതായത് ഈ കഥയിൽ ഒരു ക്യാരക്ടർ, ഒരു ഫാമിലി ഇടയ്ക്ക് ഈ കഥയിൽ 2 ട്രാക്കാണ് പോണത്. ഒന്ന് ഈ ഹാർട്ട് ഡിസീസിന് വേണ്ടി മരുന്നുണ്ടാക്കാൻ വേണ്ടി പോകുന്ന മരുന്ന് കണ്ടുപിടിക്കാൻ ആടലോടാൻ പറിക്കാൻ 3 പേര് പോകും. എവിടെ? ജുറാസിക് പാർക്ക്. അപ്പൊ അവിടെ പോയി 3 ഡൈനോസോർസിന്റെ ബ്ലഡ് എടുക്കണം. അത് ചിലപ്പോ ഒരു ഒമാജ് ആയിരിക്കും. അതായത് ഫസ്റ്റ് പടത്തിൽ ഇതെല്ലാം തുടങ്ങുന്നത് ഇത് ഏത് പടമാണെന്ന് അറിയാം നിങ്ങൾക്ക് ഏത് പടം മനസ്സിലായി? ഇത് ജുറാസിക് വേൾഡ് അല്ല, അനക്കോണ്ട ഹണ്ട് ഫോർ ദ ബ്ലഡ് ഓർക്കിഡ്സ്. അതാണല്ലേ. അതിനകത്ത് എന്തിനാണ് ഇവര് പോകുന്നത്? ഇതുപോലെ തന്നെ മറ്റേ മരുന്ന് കണ്ടുപിടിക്കാൻ. അനക്കൊണ്ടെന്നല്ല, ഒരു മറ്റേ ഓർക്കിഡ്, റെഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലഡ് ഓർക്കിഡ് എന്ന് പേരുള്ള ആ ഓർക്കിഡ് ഇത്ര വർഷം കൂടിയതിനെ അത് പൂക്കത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. ചെന്നാൽ അത് പറിച്ചുകൊണ്ട് വരാം. പക്ഷെ അത് പറിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് വളർന്ന സ്ഥലത്ത് മൊത്തം അനക്കൊണ്ടസാണ്. മനസ്സിലായോ? അതായിരുന്നു ആ സിനിമ. ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് ഇത് ബ്ലഡ് ആൺ ഫോർ ദ ബ്ലഡ് ഓർക്കിഡ് തന്നെ. കാര്യം ഇവർ പോണത് എന്തിനാണ്? ഡൈനോസോറിൻ്റെ 3 സ്പീഷീസ്, 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇവരുടെ മോട്ടീവ് പണമാണ്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ നിൽക്കാനും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തോന്നി മറ്റേ ഫാമിലി ക്യാരക്ടേഴ്സ്. ചേട്ടാ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവർ വന്ന് ഇവരെ വോട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഇവരുടെ കൂടുതൽ പിടിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ഇവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു നമ്മളാലിക്കണം പുതുക്കിട്ട് കൂടെയുള്ള 2 പേരെ ഡൈനോസോർ പിടിച്ചോണ്ട് പോയിട്ട് ഇവർ ഭയങ്കര കൂളായിട്ട് മറ്റേ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സെന്റ് സീൻ വരുമെന്ന് വിചാരിച്ചു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത് ആ സാധനമൊക്കെ മറ്റേ, അതായത് ഫസ്റ്റ് പടത്തിൽ അങ്ങനെ ഒരു സീൻ വെക്കുന്നതിന് ലോജിക്കുണ്ട്. അതായത് ഇവരെല്ലാം കൂടെ മറ്റേ ഒരു സീക്വൻസ് ഇല്ലേ, ഇവരെല്ലാവരും കൂടെ വട്ടം വരുന്നിട്ട് സയന്റിസ്റ്റുകൾ തമ്മിൽ ചർച്ച നടത്തും ജുറാസിക് പാർക്കിൽ. ഒരു ഖിയോസ് തിയറി മറ്റേ അതിൻ്റെ ക്യാരക്ടർ പേരെന്തായിരുന്നു? പുള്ളി വേറൊരു ആംഗിളിൽ നിന്ന് ഇത് അലൻ ഗ്രാൻഡ്. അലൻ ഗ്രാൻഡ് എന്ന് നായകൻ്റെ ക്യാരക്ടർ അല്ല, അലൻ ഗ്രാൻഡ് ആക്ച്വലി ഇതിനെ സപ്പോർട്ട് ചെയ്യല്ല ആ പടത്തിൽ. എല്ലാവരും പുള്ളിയെ എതിർക്കുമല്ല. അത് പുള്ളി ആ ലൈനിൽ വന്നിട്ടില്ല. ഈ നമ്മുടെ ജുറാസിക് പാർക്ക് തുടങ്ങുന്നയാളും മറ്റേ കൊണ്ടുവന്നിട്ടുള്ള സയന്റിസ്റ്റ് നമ്മുടെ മറ്റേ ലോസ്റ്റ് വേൾഡിലുള്ളവരോ ലോസ്റ്റ് വേൾഡിലെ നായകൻ പുള്ളിയും തമ്മിലൊരു ചർച്ച നടക്കും. അതായത് ഇതൊക്കെ ചെയ്ത് നമ്മൾ മനുഷ്യൻ ദൈവം കളിക്കരുതെന്നൊക്കെ പറഞ്ഞൊരു ചർച്ച നടത്തും അവർ. അതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പാണ്. ആ പോയിന്റിൽ അങ്ങനത്തെ ചർച്ചകൾക്ക് സ്കോപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് 2 പേരെ പിടിച്ചോണ്ട് പോയിട്ട്
ആ കരക്കോട്ടൊന്ന് അടുപ്പിച്ചിട്ടുള്ളൂ അപ്പം നടത്താൻ ചേട്ടൻ തമാശ പറയുന്നുണ്ട് കരയ്ക്കൊന്ന് പെട്ടെന്ന് പോകണം, ഇവര് ആംഫിബിയൻസ് തിരിച്ച് കരയ്ക്ക് വരുമെന്ന്. ഇത് അപ്പം ഇവർക്ക് ഇതൊന്നും പേടിയില്ല. അതെ, ഇവരവിടെ നിന്നുണ്ട് ഈ കഥ പറഞ്ഞ് നിൽക്കുക. രണ്ടുപേര് പോയതിൽ വിഷമോ ഇല്ല. അല്ല, അവർ പോയി കഴിഞ്ഞിട്ട് ഇവർ അവിടെ തന്നെ നിൽക്കും. ഈ പെട്ടിയൊക്കെ എടുത്ത് പാടാ പെട്ടിയൊക്കെ എടുക്കണ്ടേ, നമുക്ക് പാക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തുമ്പോൾ റൂം കിട്ടുക, ആ ലൈനിൽ ഇവർ പോകുന്നത്. അതെ, നമുക്ക് ഇവരെ മനസ്സിലാകത്തില്ല. ശരിക്കും നിങ്ങൾ എന്താണ് അതായത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ സ്ക്രീനിൽ ഇപ്പുറത്തിരുന്ന് കണ്ടോണ്ടിരിക്കുന്ന നമുക്കുള്ള അത്രയും ഭയം പോലും അതിനകത്തെ ക്യാരക്ടേഴ്സ് ഇല്ല. നമ്മൾ ചിന്തിക്കണം, നിന്നെയൊക്കെ ഡൈനോസോർ പിടിക്കണം. ഈ കൊടും കാടെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് കാണുന്നില്ല, ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് നമുക്ക് 3 അടി മുമ്പോട്ട് കാണത്തില്ല, എന്നാൽ മുമ്പിലുള്ള സാധനം എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് കാട് എനിക്ക് പേടിയെന്നൊക്കെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ഇവരിങ്ങനെ ചുമ്മാ ഇതൊക്കെ എഴുതുന്നു. പിന്നെ എല്ലാവരും ഒടുക്കത്തെ കൂവലും, ഒരു ക്യാരക്ടർ മരിക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ പേരിൽ 10 പ്രാവശ്യം കൂവും. ഇതൊക്കെയാണ്. അപ്പം നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ക്യാരക്ടേഴ്സാണ് എല്ലാവരും. പിന്നെ കുറച്ചെങ്കിലും ആശ്വാസമുള്ളത് മറ്റേ ആ ഫാമിലിയാണ്. അവരുടെ കുറച്ച് മൊമെന്റ്സ് ഇങ്ങനെ കണക്റ്റായി വരത്തില്ല. ആ മകനെ ആ സാധനം കൊള്ളായിരുന്നു. അവരുടെ ആർക്കുണ്ടല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് അവനൊരു കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവന് ഒന്നിനും കൊള്ളാത്തൊരുത്തരാന്നുള്ള ലൈനിൽ അവനൊരു ആർക്കുണ്ടല്ലോ നോർമലാണ്. അതൊക്കെ ഭയങ്കര ടെംപ്ലേറ്റഡ് സാധനമാണ്. ടെംപ്ലേറ്റ് ആണ്, പക്ഷെ അത് ഈ പടത്തിനെ സംബന്ധിച്ച് വർക്കാവുന്നുണ്ട്. അവിടെ കുറച്ച് തമാശ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ചിരിച്ച ഒരു തമാശ. ഈ പറയുന്ന സീൻ ഇവൻ ബാക്കി കിടന്ന് ആ സീൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ സീൻ ഭയങ്കര രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ സീൻ്റെ ഒരു സ്റ്റേജ് കൊണ്ടല്ലോ, അതിങ്ങനെ വന്ന് തിരിഞ്ഞു നോക്കത്തില്ല. ഈ ബാക്കിൽ ഒരു അത് ആ ക്യാരക്ടറിന്റെ രസം. അത് വേറെ ക്യാരക്ടർ ആണെങ്കിൽ വേറെ രീതിയിൽ ആ ക്യാരക്ടർ കുറച്ച് മടിയൻ, ആ ക്യാരക്ടറിന് കുറച്ച് ഫണ്ണി ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ ആ സീനിൽ ഈ പറഞ്ഞ പോലെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവൻ ഭയന്നെങ്കിലും നമുക്കത് ഫണ്ണ് ഉണ്ടാക്കി തരുന്നവരാണ്. ജെൻസി റെപ്രസെന്റേഷൻ അവരൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച ആ പെൺകൊച്ചു മരിക്കുമെന്ന്. അതായത് അച്ഛനെയും മകനെയും അടുപ്പിച്ചതിന് ശേഷം അതും ഒരു ടെംപ്ലേറ്റ് ആണ്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു, പക്ഷെ ആ ടെംപ്ലേറ്റ് നമുക്ക് വേണം. അവരെല്ലാം ജീവിച്ചിരിക്കും. നമുക്ക് ബേസിക് ടെംപ്ലേറ്റിലേക്ക് മടങ്ങി പോകാം. മറ്റേ ആ ടീറക്സിന്റെ സീൻ ആക്ച്വലി അത് നല്ല സീനാണ്, പക്ഷെ അവിടെ ഈ മണ്ടത്തരം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വർക്കാവും. അതെ, ആ സീൻ കുറച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത് ഭയങ്കര രസമാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കിത് എനിക്ക് തോന്നിയത് ഈ ടൈമിംഗ് ഇല്ല. അതായത് ഈ ബോട്ട് വിരിഞ്ഞതിന് ശേഷം അതിങ്ങനെ അങ്ങനെ എനിക്ക് ആ സീനിന്റെ ഒരു സെറ്റപ്പ് ഭയങ്കര, അതായത് ആ പെണ്ണ് ആ സാധനം ഓപ്പൺ ചെയ്യുമ്പോഴേ ഈ ബോട്ട് ഇങ്ങനെ സൈഡിൽ വീർത്തിട്ട് അത് പോയി കഴിയുമ്പോൾ അവിടെ ഡൈനോസർ ഇല്ല. ആ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മണ്ടത്തരം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ പോയി നിൽക്കുമ്പോൾ ഇവർ നേരെ അത് കിടക്കുന്നുണ്ട്. അവരവിടെ നിന്ന് പറയുന്നുണ്ട് മോളെ അരുതേ അരുതേ അരുതെന്ന് പറഞ്ഞാലും. അതെ, അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇത് നിൽക്കുന്നതിനെ കാണാഞ്ഞിട്ടാണോ അതോ ഇതിനെ തുഴഞ്ഞ് രക്ഷപ്പെടാന്ന് എന്താ സംഭവം എന്ന് മനസ്സിലായി. തമാശ നമ്മളൊന്ന് ആലോചിച്ചേ, ഇങ്ങനെ ഡൈനോസോറിനെ നമ്മൾ നേരിട്ട് കണ്ടാൽ കുഴി കുടി ചിലത് കീറി മണ്ണിട്ട് കിടക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമ്മളെ കൂടെ പറ്റത്തില്ല. അച്ഛാ എന്നെ മറന്നേരെ ഞാൻ ഇവിടെ ജീവിക്കുകയാണ്, ഞാൻ അതിനകത്ത് കയറി ഇരുന്നേനെ. മറ്റേ ഞാൻ വെച്ചാൽ ആ ബോട്ടിന്റെ അവിടെ കയറി ഇരുന്നിട്ട് അത് പോയിട്ട് പോയാൽ മതിയല്ലോ. അതെ, അവർക്ക് ഭയങ്കര ധൃതിയാണ്. മറ്റവരും അതേപോലെ ഇങ്ങനെ നമുക്ക് ഓടി രക്ഷപ്പെടാം, ചെറിയൊരു ഡൈനോസറിലെ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. എന്തിന് കൂടെ വന്ന അവരുടെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞു ഡൈനോസോർ വരെ പേടിയുണ്ട്, ഈ മനുഷ്യർക്ക് പേടിയില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ പൊട്ടൻഷ്യലുള്ള സീനായിരുന്നു. പക്ഷെ അത് ഒന്നെങ്കിൽ സ്റ്റേജിങ്, അതിപ്പോൾ ഡയറക്ടറുടെ പരിപാടിയാണ്. പക്ഷെ അത് ഗാരത്ത് എഡ്വേർഡ്സ് ചെയ്ത് ഇതേ സീൻ രാത്രിയാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ആ ഡിനോസർ രാത്രിയാണെങ്കിൽ നമുക്ക് ഇരുട്ടിന്റെ മറവുണ്ടല്ലോ, അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇരുട്ട് കുറവായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. അതിന്റെ ഈ മേജർ സീക്വൻസ് ക്ലൈമാക്സിന്റെ ആ ഒരു ഏരിയയിലല്ലേ. അതെ, 3 ഇത് മറ്റേ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ള ഡിനോസറുകൾ ഏതാണ്? അതായത് മെഗ്ലോഡോൺ, ടൈറ്റാനോസോറസ്, പിന്നെ ഈ പറയുന്ന ഈ ഡൈനോസോഴ്സിനെ കുറിച്ച് ഞാൻ ആക്ച്വലി വായിച്ചിട്ടുണ്ട്. ഈയിടെ ഡിസ്കവർ ചെയ്തത് എന്തോ, അതായത് ഇവരാണ് ഏറ്റവും വലുതെന്ന്. അപ്പോൾ ആ പറക്കുന്ന ഡിനോസർ പോലും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണിക്കുന്ന ഡിനോസർ അത് കഴിഞ്ഞിട്ടും അതിലും വലുതൊരെണ്ണം ഉണ്ടെന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടതായിട്ടൊരു യൂട്യൂബിൽ കണ്ടായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പം ഈ ഏറ്റവും വലുത്, അതായത് കരയിൽ ജീവിക്കുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നത്, പറക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ വേർഷൻസ് എടുത്തിട്ട് അതിൻ്റെ തന്നെ സാധനം ചോര വെച്ച് വേണം ഈ മരുന്നുണ്ടാക്കാൻ. എന്നാലേ നമുക്ക് 20 വർഷത്തെ ഇതുണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഈ 3ന്റെയും ഹൃദയത്തെ ചങ്കിലെ ചോര എടുക്കാൻ പോവാണ്. അപ്പോൾ അതാണ് കഥ. അവരത് എടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇജക്റ്റ് ആയി വരും. എന്നിട്ട് അതിനൊരു ചെറിയ പാരച്യൂട്ട് ഉണ്ടാവും, അത് താഴെ ലാൻഡ് ആവും എന്നുള്ളത്. അതൊക്കെ നല്ല രസമുള്ള ഐഡിയ ആണ്. അത് നമുക്കറിയാം ഇതൊക്കെ പ്ലേസ് ചെയ്യുന്നത് എവിടെയെങ്കിലും സ്ഥലത്തിന് കുറച്ച് നല്ല രസകരമായിട്ട് പ്ലേസ്. ഇതെല്ലാം എനിക്ക് ഈ പടം നടക്കുന്നത് ഫുള്ള് നൈറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് പടം രസമായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ സീരീസുകളിലൊക്കെ നൈറ്റ്
എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ നൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫിയർ എന്ന ഫാക്ടർ ഉണ്ടാക്കാം. അതാണ് അതിന്റെ ആ സീരീസ്. ഈ പടം ഇങ്ങനെ ചുമ്മാ വെറുതെ നമ്മൾ ഡൈനോസോർ വന്നാൽ നമ്മളിങ്ങനെ മറ്റേ പോപ്കോൺ നിന്നുകൊണ്ട് ആ ഡൈനോസോർ വന്നോ എന്നിട്ട് എന്നുള്ള ലൈനാണ് ഇരിക്കുന്നത്. എല്ലാം മറ്റേ ലോ ക്വാളിറ്റി മാർവൽ സിനിമ പോലെ കണ്ടോണ്ടിരിക്കാൻ. അതെ, മാർവലിന്റെ ഈ അടുത്ത കാലത്തുണ്ടായ സിനിമകളുണ്ടായ പ്രശ്നം ഇതൊരു മാർവൽ സിനിമയാണ്, സൂപ്പർ ഹീറോ പടമാണ്, അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ഡൈനോസോർ ഉള്ള ഒരു ജുറാസിക് പാർക്കിന്റെ ഒരു തായ് വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനമാണ് എന്ന്. എന്ത് വേൾഡ് മുമ്പിൽ നമ്മളെ കാണിച്ചാലും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തൊരു ഫീലാണ്. ഇവർ തിരിച്ച ഐലൻഡിൽ പോകുന്നു, ഐലൻഡിൽ ഭയങ്കര. പക്ഷെ പിന്നെ ഗാരത്ത് എഡ്വേർഡ്സ് പോലും റിപ്പീറ്റ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഗോഡ്സില്ലക്കകത്ത് റിപ്പീറ്റ് ചെയ്തൊരു സാധനമാണ്. ഒരു ഫെസിലിറ്റിയിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുന്നു, അതിലൊരു സ്റ്റാർട്ടിങ് സീൻ അത് ഗോഡ്സില്ലയിലുണ്ട്, ഇതിനകത്തും അത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ജയന്റ് വെള്ളം കുടിക്കാൻ പോകുമ്പോഴത്തേക്കും ഉള്ള മറ്റേ ആ ടീറക്സിന്റെ സീൻ പോലെ ഒരു സാധനം മറ്റേ കോങ് സ്കൾ ഐലൻഡിലുണ്ട്. ഒരുത്തൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നായകൻ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഈ കോങ് അവിടെ വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ നായകൻ പതുക്കെ എന്തോ കഴുകോ എന്തോ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് മറ്റേ ഒക്ടോപ്പസിനെ എടുത്ത് തിന്നും. ആ സീൻ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ ഈ സീരീസിൻ്റെ പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അതിനകത്തുള്ള ഒരു പരിപാടി. സീരീസിൻ്റെ നല്ല അവരിങ്ങനെ ഈ മോൺസ്റ്റർ മൂവീസിൽ ഇപ്പോൾ കണ്ട ഈ സാധനം, മോൺസ്റ്റർ മൂവീസ് അല്ല, ക്രീച്ചർ മൂവീസ്. ഇതേ ഉള്ളൂ മെയിനായിട്ട് എനിക്ക് പടം കൊണ്ടുവന്നപ്പോൾ ഇതേ സംഭവങ്ങൾ തന്നെ ഇതേ സ്ക്രിപ്റ്റിൽ കുറച്ച് നൈറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രസകരമാക്കാവുന്ന ബെറ്ററായിട്ട്. ഒന്നാമത്തെ കാര്യം ഇത് സീരിയസ് അല്ലാതെ ഫീൽ ചെയ്യും നമുക്ക്. ഇവരാരും സീരിയസ് അല്ല, ഇതിനെയൊന്നും ഒരു പേടിയില്ല. ഡൈനോസോർ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയെപ്പോലാണല്ലോ. അതെ, അത് ഒരുപാട് പിന്നെ പുറത്തുനിന്ന് വരുന്നവരെ കടിക്കത്തുള്ളൂ, വീട്ടിലാരും കടിക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനും ഭയമായിട്ട് ഇവരെ കടുവയെ കാണുമല്ലോ എന്നുള്ള സെറ്റപ്പില്ല. അതുപോലെ ഇവർ അവരെ വലിയ ഡൈനോസോറിനെ കാണുന്ന ടൈമിലൊരു ഭയങ്കര മ്യൂസിക്കൽ ഒരു സാധനം ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഇങ്ങനെ ജസ്റ്റ് അവരിങ്ങനെ ഒരു റൊമാൻറ്റിക് സീൻ, അതായത് ഡൈനോസോറിന്റെ ഒരു റൊമാൻറ്റിക് സീൻ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ സീനിൽ ഇങ്ങനെ അത് ആ എലമെന്റ് എനിക്ക് രസമായിരുന്നു. ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് കുറച്ചൊക്കെ എനിക്ക് കണ്ടപ്പോൾ രസം തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവർ ആ പഴയ ജുറാസിക് പാർക്കിന്റെ മ്യൂസിക് അത് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കര വാവ് എന്നൊരു തോന്നുന്നു. പക്ഷേ പിക്ചറിലതില്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ 3D കണ്ടപ്പോൾ ഈ 4DX കണ്ടപ്പോഴേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സീക്വൻസില്ലേ, എന്നിങ്ങനെ ഒരു ക്യാമറ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് കാണിക്കുന്നത്. എനിക്ക് ഹൈറ്റ് പേടി, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ നമ്മൾ സീറ്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മുമ്പോട്ട് തള്ളും. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ 4DX ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി 3D അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാര്യം 3D അത്രയും നല്ല ഡെപ്തോ അങ്ങനെയുള്ള ഒരു ഭയങ്കര ആ സീക്വൻസിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അറിയാൻ പറ്റും, ആ സീക്വൻസിൽ കുറച്ച് അറിയാൻ പറ്റും. ചേട്ടാ ഇത് ഫിലിമിൽ ഷൂട്ട് ചെയ്തത്, അപ്പോൾ ഇത് ഫിലിമിൽ കൺവേർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 3D തന്നെ ഷൂട്ട്. എനിക്കത് ഫിലിമിൽ കാണണമെന്നുണ്ടായിരുന്നു, 3D ഇല്ലാതെ. 2D ഉണ്ടെന്ന് തോന്നുന്നു. 2D ഇവിടെ അറിയില്ല. ഇനി പടം ഇത് കണ്ട സ്ഥിതിക്ക് ഇനി വീണ്ടും പോയി ഇരിക്കാൻ കുറച്ച് മടിയുള്ളൊരു സിനിമയാണ്. കാരണം ഇത് ഒരു ടെംപ്ലേറ്റ് ജുറാസിക് വേൾഡ് പടം, നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്രൂപ്പ് എന്തോ ഫസ്റ്റ് പടം എഴുതിയ ആൾ തന്നെ ഡേവിഡ് പുള്ളിയും ഗാരത്ത് എഡ്വേർഡ്സ്, പിന്നെ മ്യൂസിക്കും ഫസ്റ്റ് പടം ചെയ്ത ആൾ തന്നെയാണ്. അതന്നെ, ഇത്ര നല്ല ആൾക്കാർ വന്നിട്ടും ഇവർക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോ പടമല്ലേ, അപ്പോൾ അവർക്കുണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ ജുറാസിക് വേൾഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് എടുക്കുന്നത് ഇങ്ങനെയാണ് എന്നൊരു തീരുമാനം ഇവരുണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്നാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഒരു ഡയറക്ടറുടെ ലൈനിൽ, ഇത് എൻ്റെ ലൈനിൽ, ഇത് ഗാരത്ത് എഡ്വേർഡ്സിൻ്റെ ജുറാസിക് വേൾഡ് ആക്കാൻ അവർ സമ്മതിക്കില്ല. യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ജുറാസിക് വേൾഡ് ഗാരത്ത് എഡ്വേർഡ്സ് ഡയറക്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെയാണ് സ്റ്റുഡിയോ പടങ്ങളുടെ ഒരു പ്രത്യേകത. ഇതിനകത്ത് സ്പീൽബർഗ് കുറച്ച് കാലമായിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ളത് പുള്ളി വരുന്നില്ലല്ലോ. പുള്ളി ഇങ്ങനെ മറ്റേ തുടക്കം പുള്ളിയുടെ ആംബ്ലിംഗ് എന്റർടൈൻമെന്റ് എന്നെഴുതി കഴിഞ്ഞാൽ ബാക്കി ഇരുന്ന ഒരു വെങ്കൊച്ചേ അമ്പിളിയോ അവരാദ്യമായിട്ടാണ് തോന്നുന്നു. അവര് 4DX എക്സ്പീരിയൻസ് കുറെ പേര് ആരാ ഇതൊക്കെ. അതുപോലെ അലൻ ഗ്രാൻഡിന്റെ മെൻഷൻ ചെയ്യുന്നുണ്ട്, മറ്റേ ഡോക്ടർ പയ്യൻ, അവൻ അലൻ ഗ്രാൻഡിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ, ഇതൊക്കെ ഇങ്ങനെ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. മറ്റേ ആ മ്യൂസിയം അടച്ചുപൂട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ വീഴുന്നത് ഒരുപാട് നമ്മുടെ എന്നാ പറയുന്നത് മറ്റേ ഈസ്റ്റർ എക്സ് അല്ല. ഞാൻ ഈ കഥ അതുപോലെ ഈ ജുറാസിക് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇങ്ങനെ ഡിനോസറിന്റെ ബ്ലഡ് കൊതുക് കുടിച്ച് അതിൽ നിന്നാണ് ഇത് മൊത്തം ഉണ്ടാകുന്നത്. അപ്പം അതിനൊരു ഹോമാജ് പോലെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ബ്ലഡ് തന്നെ അതിന്റെ ബ്ലഡ് എടുത്ത് മനുഷ്യർക്ക് കൊടുക്കുന്നു എന്നുള്ള സെറ്റപ്പ് അവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഭയങ്കരമായ യോസനേ ഉള്ള. പക്ഷെ ഇതിവര് 15 മിനിറ്റിൽ പടപടപടെ എന്തൊക്കെ എന്ത് വേണം എനിക്ക് ഇവരെല്ലാം കൂടെ വന്ന് ആ ഒരു മ്യൂസിയത്തിലോട്ട് കയറി അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. സംസാരിച്ച് ഇത് എല്ലാം സെറ്റാക്കി എനിക്കെന്താ വേണ്ട, എത്ര രൂപ വേണം, ഇത്ര രൂപ, ഓക്കെ നീ ബാ, അങ്ങനെ തീരുമാനിച്ചു. സിമിലർ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് കോങ് സ്കൾ ഐലൻഡ്. ഇവരൊരു ബാറിലിരുന്ന്
ചേട്ടാ ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയാണ്. അതായത് ഇതിൻ്റെ മൂഡ്, അതായത് എസ്പെഷ്യലി ഇതിൻ്റെ കളർ ഗ്രേഡും കാര്യങ്ങളും ഭയങ്കര സിമിലർ ആയിരുന്നു ഈ കോങ്സ് കളറിലുമായിട്ട്. ബട്ട് അത് ബെറ്റർ പടമായിരുന്നു. ബെറ്റർ പടം. ഓക്കെ. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുള്ള അതും ഈ ടെംപ്ലേറ്റ് പടം തന്നെ. പക്ഷെ ആ സിനിമ അത്ര വിജയിക്കാത്തൊരു സിനിമ ഇല്ല. അത് സംഭവം എന്ന് വെച്ചാൽ ഈ അതിന് മുമ്പത്തെ ഈ ഗോഡ്സില്ല പടങ്ങളിലെ അതേ സീരീസ് വരുമ്പോൾ മൂഡ് ഭയങ്കര ഡിഫറെന്റ്. എങ്ങനെ ഇത് രണ്ടും കൂടി ചേർക്കാൻ, അതായത് അതിനകത്ത് അത് കുറച്ചുകൂടി ഡാർക്കർ ഒരു ഷെയ്ഡുള്ള പോലത്തെ ഫീലായിട്ട് ഫീൽ ചെയ്യും. ഏതാ ഈ സ്കള്ളൈലൻഡ്? അത് കഴിഞ്ഞിട്ട് അതല്ല, ഇപ്പം ഗോഡ്സില്ല ഭയങ്കര ഡാർക്കാണ്. അതിലും കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് ഗോഡ്സില്ല, അല്ല കോങ്. പിന്നെ വന്ന കോങ്ങൊക്കെ ഭയങ്കര ബ്രൈറ്റ്. അതായത് മറ്റേ കളർഫുൾ പടമാണ്. അടിച്ചാൽ മതി ഇവരുണ്ട്. അത് തന്നെ, മറ്റേ മാസ് BGM ഇട്ടിട്ട് ഗോഡ്സിലെ കോങ്ങും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ കോങ് തന്നെ ഇപ്പൊ ഈ പടത്തിലുള്ളതിനേക്കാൾ ഒരു 5-6 സീക്വൻസ് കൂടുതലുണ്ട് അതിനകത്ത്. കോങ്ങിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഈ കോങ്ങിന്റെ ഇൻട്രോ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഗംഭീര സാധനം. അതായത് അതാണ് ഈ ഇതുവരെ ഉണ്ടായ CG ക്യാരക്ടേഴ്സിന് ഇൻട്രോയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ. ഒരുപാട് റീല് വേണം. ഈയിടെ മറ്റേ തുടരുമിന്റെ BGM ഇട്ടിട്ട് അതിന്റെ ഒരു വേർഷൻ ഞാൻ കണ്ടത്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ചേരുന്നുണ്ട്. കാടേറും കൊമ്പാന്ന് പറഞ്ഞിട്ട് കോങ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് അങ്ങനെ കുറച്ച് സീക്വൻസ് ഉണ്ട്. ഇപ്പൊ വില്ലനായിട്ട് വരുന്ന സാധനങ്ങളുടെ ഇൻട്രോ ഒക്കെ അല്ലേ, ഒരു മറ്റേ പിന്നെ ഒരു 8-കാലൊരു സീക്വൻസ് ഭയങ്കര അത് കാണത്തില്ല. ആ സിനിമ കണ്ട് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. അപ്പൊ എനിക്ക് അന്ന് കണ്ടപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സിനിമ അല്ലായിരുന്നത്. എന്റെ മനസ്സിൽ കിങ് കോങ് എന്ന് പറഞ്ഞാൽ എന്റെ മറ്റേ പീറ്റർ ജാക്സന്റെ കിങ് കോങ് ആണ്. അപ്പൊ ഞാൻ ഈ കോങ് സ്കള്ളലിന്റെ കാണാൻ ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഓക്കെ ഇതിന് എന്തോ എവിടെയോ അതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടാവുന്ന ലൈനിലാണ് ഞാൻ പോയിരുന്നത്. എനിക്ക് ആ ലൈൻ അറിയില്ലായിരുന്നു ഏതാ. അത് കുറെ കൂടെ അന്ന് ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സംഭവം കൊള്ളാൻ കുറച്ച് രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റ്, കാരണം ഞാൻ കാണാമെന്ന പടം ഇതല്ല. ഞാൻ കിങ് കോങ്ങിന്റെ എന്തോ ഒരു വേറൊരു വേർഷനുള്ള ലൈനിൽ അന്ന് ആ പടം ഇറങ്ങിയ സമയത്ത് അത് ആക്ച്വലി ഗോഡ്സില്ലായിട്ട് ഭാവിയിൽ ഫൈറ്റ് ചെയ്യേണ്ടതുകൊണ്ട് കോങ്ങിന്റെ സൈസ് വരെ കൂട്ടി. പക്ഷെ ആ സിനിമ ഞാൻ പിന്നീട് കണ്ടിട്ട് പിന്നീട് TV കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് കണ്ടിട്ടുണ്ട്. ഇന്ന് അതിന്റെ വൈബ് മനസ്സിലാകുന്നതുകൊണ്ട് എനിക്ക് കുറെ കൂടെ വർക്കാണ്. പിന്നെ ഇപ്പം സാമുവൽ എൽ ജാക്സനെ ആ ലൈനിൽ വേറൊരു ടൈപ്പ് സാമുവൽ ജാക്സൺ ഉണ്ട് അതിനകത്ത്. ഒട്ടും ലോജിക്കലായിട്ടുള്ള പെരുമാറുന്നു. എനിക്കിതിരെ കൊല്ലണോടാ. പിന്നെ സംബന്ധിച്ച് ഈ പീറ്റർ ജാക്സന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ഈ ഐലൻഡിൽ പോകുമ്പം ആ ഐലൻഡിനെ നമ്മൾ ഭയക്കും. അതിന്റെ പ്രസന്റേഷൻ ആ സാധനം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഇവരൊരു വില്ലേജ് ഉണ്ട് അന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് കുറേ സാധനം അതിനകത്ത് സാധ്യതകളുണ്ട്. പക്ഷേ ഈ എല്ലാം ഭയങ്കര ഇവർ നിൽക്കുന്നത് ഭയങ്കര കാഷ്വലായിട്ട്. അപ്പം നമ്മളും പ്രത്യേകിച്ചൊന്നും പേടിക്കണ്ടേ. ചേട്ടാ ഇവര് ഫാമിലി ആയിട്ട് ചുമ്മാ ഒരു ബോട്ടും എടുത്ത് അങ്ങ് പോവാണ്. എല്ലാ രാജ്യങ്ങളും ഇല്ലീഗലായിട്ട് സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയ്യുന്ന റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിലേക്ക് ഒരു ഫാമിലി ബോട്ടിൽ നിന്ന് വെറുതെ പോവാം. ആരും തടയുന്നില്ല, ഒന്നുമില്ല. അവരങ്ങ് പോവാം. അവർ പോകുന്ന കൂട്ടത്തിൽ സമയത്ത് മറ്റേ വലിയ ഇത് വരികയാണ്. അതിന്റെ പേരെന്തായിരുന്നു, പേരൊന്നും ഓർമ്മയില്ല. ഇതിനകത്ത് കുറച്ച് കളർഫുൾ ആയിട്ട് കാണിച്ചില്ല, മറ്റേ കരക്ക് കിടന്ന് എഴുന്നേറ്റ് പോകുന്നൊക്കെ. അതിന്റെ പേരെന്താ? കരക്ക് കിടന്നിട്ട് ഈ ഇതിൽ പോകുന്നത് അത് മറ്റേ ജുറാസിക് പാർക്ക് 3 വരുന്ന സാധനം. അത് അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. അതിന്റെ മ്യൂട്ടേറ്റഡ് വേർഷൻ അല്ലല്ല, മ്യൂട്ടേറ്റഡ് അല്ലല്ലോ ഇത്. ഇങ്ങനെയാ അതിന്റെ സ്കിന്നിന്റെ ഓരോ പഠനം അനുസരിച്ച്. മനസ്സിലായി. ഈ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ പേരിയോളജിസ്റ്റ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പേരുകളും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മളിങ്ങനെ കാഷ്വൽ ഡിനോസർ ഫാൻസ് ആണ്. പാലന്റിയോളജിയെ പറ്റി നമുക്ക് ഇങ്ങനെ സിനിമയെ പറ്റി പരിചയം. ആ സാധനത്തിന്റെ കുറച്ച് VFX ഇഷ്യൂസ് തോന്നി ആ എഴുന്നേറ്റ് പോകുന്ന സീനും. പിന്നെ ഇങ്ങനെ VFX കുറെ സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ആവറേജ് ഫീൽ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് പെട്ടെന്ന്, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിന് ബഡ്ജറ്റ് കുറവായിരുന്നു തോന്നുന്നു. അറിയില്ല എന്താണോ സംഭവം. കാരണം ഗ്യാരത്തി ഗോഡ്സ് ഇതുവരെ ചെയ്തേക്കുന്ന പടങ്ങളെല്ലാം തന്നെ ഈ ഗോഡ്സിൽ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാ സിനിമയും ക്രിയേറ്റർ ഉൾപ്പെടെ ബഡ്ജറ്റ് കുറഞ്ഞ കൂടെ വരും. പക്ഷേ ക്രിയേറ്റർ വിഷ്വലി രസമായിരുന്നു. അതായത് ആ വേൾഡ് അവർ കൺവിൻസിംഗ്ലി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്തോ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ക്യാരക്ടേഴ്സിന്റെ മോട്ടീവ്സ് ഭയങ്കര ക്യാഷിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ലൈനായപ്പോൾ നമുക്ക് ഇവരുടെ ഒന്നും കൂടെ നിൽക്കാൻ തോന്നുന്നില്ല. പിന്നെ മറ്റവനാണ് ഭയങ്കര വട്ടൻ, നമ്മുടെ സയൻറ്റിസ്റ്റ്. ഞാൻ വരാമെന്ന് പറഞ്ഞ് കൂടെ വന്നതല്ലേ, അവൻ ഭൂലോക വട്ടൻ. പക്ഷെ അവനുള്ളതുകൊണ്ട് കുറച്ച് കോമഡി വർക്കായി. പക്ഷെ അവനെ കൊണ്ട് മറ്റേ എക്സ്പോസിഷൻ സീനൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മനുഷ്യരിങ്ങനെയാണ്, മനുഷ്യർ മരിക്കേണ്ടവനാണ്, പിന്നെ ബുദ്ധി സർവൈവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ടൊരു സംസാരമുണ്ട്. അതാണ് നീ പറഞ്ഞ മറ്റേ ഇവർ രണ്ടും മരിച്ചേണ്ടി ഇവരൊന്നും ഇരിക്കത്തില്ലേ.
അപ്പോൾ ഉള്ള സാധനം ഇതാണ്. അപ്പം നമ്മൾ ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നത്? എടാ എൻ്റെ കുഞ്ഞുമേങ്ങളാണ് ഇവരെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ വേറെ ഐഡിയ ഉണ്ട്, നമുക്ക് എന്തിനാ ഇത് ഇവര് കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇത് നമുക്ക് പറ്റൂടെ. അപ്പം നമ്മളത് വേറെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എടാ ഇതെന്താ പറയുന്നത് ഡബിൾ ക്രോസ് ചെയ്യുന്ന പരിപാടിയല്ലേ. പക്ഷെ അവൻ പറയുന്നത് ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ആരുടെ നന്മയ്ക്ക് വേണ്ടി, ഹ്യൂമൻ്റെ അല്ലേ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ഐഡിയ ഒക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്തേക്കും. അതിനകത്ത് ഇരുന്നത് ഒരു ഫൺ എന്താ അത് വർക്കായിട്ടില്ല. എൻ്റെ ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്നങ്ങ് പറഞ്ഞേക്കുക. അതായത് എന്തുവാ പൊതുവെ കോർപ്പറേറ്റ് വില്ലന്മാരെ കോർപ്പറേറ്റുകളെ വില്ലന്മാരാക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിൽ ഒരു മാറ്റം ഇല്ല. അതെ, ആ ടെംപ്ലേറ്റിൽ മറ്റൊരു പടവും കൂടെ. അതായത് കോർപ്പറേറ്റുകാർ കടും വില്ലനായിരിക്കും. അവനാണെങ്കിൽ കാട്ടിൽ ഒരു ഇൻഷേർട്ടും ചെയ്ത് ഓഫീസിൽ പോകുന്നതിൻ്റെ ഈ ഊടുവഴി കൂടെ ഓഫീസിൽ പോയാലെന്നുള്ള സെറ്റപ്പിൽ ആവാൻ വന്നേക്കുന്നത്. ഇവിടെ വന്ന് 3 ചോരയും എടുത്തോണ്ട് അങ്ങ് പോയേക്കാന്നുള്ള അത്രേ ഉള്ളൂ. ഇത് എന്തെടുപ്പുള്ള പരിപാടി, തിരിച്ചു പോകുന്നു ഫുൾ പരിപാടി. അങ്ങനെയാണ് അവൻ വന്നേക്കുന്നത്. ഇവരാരും ഹെലികോപ്റ്ററിൽ വരാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിച്ചത്. അത് ഒരു ചെറിയ ബോട്ടിൽ ചേട്ടാ തമാശ എന്ന് പറയും, ഇവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ വരണം. അപ്പോൾ അവിടെ ഹെലികോപ്റ്റർ വന്നാൽ പോലെ ഇവർ എന്തിനാ ഇവർ ബോട്ടിൽ. ചേട്ടാ വേറെ പ്രശ്നമുണ്ടേ, ഇവർ പറയുന്നുണ്ടല്ലോ ഏതാ അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഹെലികോപ്റ്റർ വന്നാലും ചോദ്യം വരത്തില്ലേ? അല്ലേ, ഇവർ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ ഹെലികോപ്റ്റർ വന്നാലും റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചോദ്യം വരത്തില്ല, നിങ്ങൾ എന്തിനാ അവിടെ പോയി. ഈ പടങ്ങളിൽ ലോജിക്ക് നമ്മൾ നോക്കാൻ പാടില്ല. ശരിയാണ്, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോജിക്ക് നോക്കി പോകും. അത് തന്നെ നമ്മൾ പറയുന്നത് ഇവരെന്തിനാ ഈ ബോട്ടിൽ കഷ്ടപ്പെട്ട് പോണത്, ഇവർക്ക് നേരെ ഹെലികോപ്റ്റർ എടുത്ത് പോയാൽ പെട്ടെന്ന് എത്തല്ലേ. ഹെലികോപ്റ്റർ ആണല്ലോ എന്തിന് ഫസ്റ്റ് ജുറാസിക് പാർക്കിൽ പോലും ഹെലികോപ്റ്ററിൽ വരുത്തുന്നത്. അതെ, തിരിച്ചു പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെയും ഫസ്റ്റ് അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നത് എന്തോ. ആരും ഇറങ്ങുന്നില്ല, ഹെലികോപ്റ്റർ അവിടെ ഇവരവിടെ എത്തുന്നത് മൊത്തം. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ജുറാസിക് പാർക്കിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അത് വേറെ എവിടെയാണെന്ന് തോന്നുന്നു. അല്ല ഇതിനകത്ത് ഹെലികോപ്റ്റർ വരുന്ന സീൻ ലാസ്റ്റ് ഇവരെ റെസ്ക്യൂ അതല്ല തുടക്കം എന്തോ ഒരു സാധനത്തിന് ആരോ ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ് മറ്റേ ഫെസിലിറ്റി നശിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ. ആകപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ഡൺകിനായിരുന്നു, മാർഷലിന്റെ. അപ്പം അതിനകത്ത് മറ്റേ പുള്ളി എങ്ങനെ തിരിച്ചു വന്നെന്ന് ഇങ്ങനെ ഞാൻ ഡൗട്ടിലിരിക്കുമായിരുന്നു. പുള്ളി മരിച്ചിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു. ചേട്ടാ ആ സീൻ നടന്നുകൊണ്ട് അപ്പോൾ തിയേറ്റർ ഇരുന്നമാര് എടാ നീ ഈ മറ്റേ എറിഞ്ഞുകൂടെയെന്ന് അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പോലെ അത് പുള്ളിനെ കാണിച്ചിട്ട് പുള്ളി വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി പുള്ളി ഡൈവ് ചെയ്യും. ഈ ഡൈവ് ചെയ്യുമ്പോഴും പുള്ളി കൈ പിടിച്ചാണ് പോകുന്നത്. ഈ ഡൈവ് ചെയ്യുമ്പോഴും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഡൈവ് ചെയ്യുന്ന ഇത് ഫോളോ ചെയ്യുന്നത് ഈ ലൈറ്റിനെ. ഇവനപ്പോൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ഇതിട്ടിട്ട് ഇവന് വേറൊരു വഴി കൂടെ പോകാം. പക്ഷെ ഇവൻ അതുകൊണ്ട് പോയി വീണ്ടും എഴുന്നേറ്റ് ഒരു മൂലയ്ക്ക് ഇരിക്കും, ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡിനോസർ അങ്ങ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത ഫ്ലെയർ ഗൺ അത് അണയുന്നതാണ് ആ ക്യാരക്ടറിന്റെ എൻ്റെ. പക്ഷെ അത് ബെറ്റർ ഉണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ചു അതൊരു ചുമ്മാ ഒരു കട്ടിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത് ചുമ്മാ എടുത്തു വെച്ചായിരിക്കും. ഇനിയിപ്പം ഒരുപാട് ഡാർക്ക് ആക്കണ്ട. അതല്ല അല്ലേ, എല്ലാ പടത്തിലും ലാസ്റ്റ് ഇങ്ങനെ ഒരാൾ മരിക്കുമല്ലോ, ഒരാൾ സാക്രിഫൈസ് ചെയ്യണമല്ലോ. ഇത് അല്ല, പക്ഷെ ആ ക്യാരക്ടറിനെ എഴുതിയത് അങ്ങനെ സാക്രിഫിഷ്യൽ ക്യാരക്ടറായിട്ട് എഴുതിയത് തന്നെ. അതെ അതിപ്പോൾ ഇവളുടെ സ്കാർലറ്റ് ജോൺസന്റെ ക്യാരക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ മരിക്കുന്നുള്ള ലൈനാണ്. ആ ട്രോമയാണല്ലോ ആ ക്യാരക്ടറിന്റെ ട്രോമ ഏതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനും മരിക്കുമ്പോൾ വീണ്ടും ഇവൻ മരിക്കണ്ട. അപ്പം സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഇവൻ മരിക്കാതെ തിരിച്ചു വരുന്നത്. അവിടെ ട്രോമ ക്യൂർഡ്. എനിക്ക് തോന്നുന്ന ഒരു കൊച്ചുണ്ടല്ലോ അവന്, അതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഹോളിവുഡ് അപരാധങ്ങളായിരുന്നു നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി ബോറടിച്ചില്ല. ഞാനിങ്ങനെ കണ്ടിട്ട് 3 ഡിനോസറിൻ്റെ ചോര എടുത്ത് കഴിയുമ്പോൾ പടം തീരുമല്ലോ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 3 ഡിനോസറിൻ്റെ ചോര എടുത്ത് പടം തീർത്തവർ കൂടുതലിട്ട് വലിപ്പിക്കുകയൊന്നുമില്ല. പിന്നെ മറ്റേ സാധനമുള്ള പെഡസ്ട്രീൻ ഹെഡ്, ആ വണ്ടിയുടെ ശബ്ദമില്ലേ, അത് വണ്ടിയിൽ മറ്റേ ഇത് വരുന്നത് വോയിസ്. അതെ പിന്നെ ലാസ്റ്റ് ആ കാണിച്ച ഡിനോസർ ഓക്കെ ആയിരുന്നു. പക്ഷേ അയ്യോ അത് കണ്ടപ്പോൾ എനിക്ക് ഏലിയന്റെ ഹെഡ് പോലെ വേറെ എന്തോ ഒരു ജീവി എനിക്ക് ഓർമ്മ വന്നായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഏലിയന്റെ ഹെഡ് പോലെ തോന്നി. അതിന്റെ ഹെഡ് ഭയങ്കര വലുതായിട്ടിരിക്കുന്ന പോലെ. അതായത് ഇതിനകത്ത് ആക്ച്വലി മനുഷ്യരെയാണ് വില്ലന്മാരായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഫണ്ടമെന്റലി ഡിനോസറുകൾ വെറും പാവപ്പെട്ട ജീവികൾ. മെഗ്ലഡോണിന്റെ നെഞ്ചത്തോട്ട് പോയത് കൊണ്ട് അത് തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതിന്റെ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യത്തെ ഡിനോസർ. രണ്ടാമത്തെ ഡിനോസറുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇവരത് എടുത്തു, ഒരു പ്രശ്നമില്ല, വിഷയമൊന്നുമില്ല. മൂന്നാമത്തെ ഡിനോസറിന്റെ നെസ്റ്റിൽ കയറി മാത്രം അറ്റാക്ക് ചെയ്തു. അതെ, അതുകൊണ്ട് അറ്റാക്ക് ചെയ്തു. അങ്ങനെ 3 ആ സീനും രസമുണ്ടായിരുന്നു. മറ്റേ ആ ഡിനോസർ കയറി വരത്തില്ല, മറ്റേവനെ വായിലിട്ടുണ്ട്, അത് കൊള്ളായിരുന്നു. അതായത് അവന്റെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അതിന്റെ റിവീൽ വരുന്നത് ഇത് കയറുമ്പോൾ ഇതിന്റെ വായിരിക്കണം. അതെ, അത് ഒരു രസമുള്ള സംഭവമായിരുന്നു. പക്ഷെ അതൊക്കെ ഈ മൊമെന്റ് ഒക്കെ ഭയങ്കര ചെറുതാ. ഈ മറ്റേ നമ്മൾ ജുറാസിക് പിന്നെ മറ്റേ അതിന്റെ മേടിൽ താവോട്ട് വീടുന്ന സീനെ അവൻ വീണ് തീരുമെന്ന് അവൻ നേരെ വന്ന് വെള്ളത്തിൽ വീണിട്ട് കൂളായിട്ട് അവിടെ എഴുന്നേറ്റ് വരും. ഒരു മറ്റേ ചെറിയൊരു വാഴയിൽ തങ്ങി ചെറിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത്രയും ഉയരത്തിൽ നേരെ ഈ വെള്ളക്കെട്ടിലോട്ട് വീഴുന്നു. അപ്പൊ തന്നെ മറ്റൊരു താഴെ ഇറങ്ങും. മറ്റവർക്ക് ഓൾറെഡി അവരൊരു വഴി കണ്ടെത്തില്ല. ആ മറ്റേ നമ്മള് തുടക്കം ഹൈറ്റ് കാണിക്കുന്ന ഇവര്
അതെ, ഒരു ദിവസം കഴിഞ്ഞാൽ താഴെ ഇറങ്ങേണ്ടത്. നല്ല ഹൈറ്റ് ഉള്ള ഒരു വലിയൊരു അതായത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ഗുഹയാണ്. അപ്പം മൊത്തം അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കണം. ഇവർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കോണിപ്പടി ഉണ്ടായിരുന്നു എന്തിനാണ് കയർ. അതുപോലെ വേറെ സമയം ഇവർ കൊണ്ടുപോയതിനകത്ത് ഇവർ കയറും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അതെ അതെ, ഇത്രയും ലോങ് കയർ, അതായത് അത്രയും വലിയ കുറെ പെട്ടി എന്തോ എടുത്തോണ്ട് അത് സാധനം ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഞങ്ങളുടെ എൻ്റെ ബാക്കിൽ നിന്ന് ചോദിക്കുന്നത്, ഇവിടെ ഇത്രയും ഇവന്മാരിൽ ആകെ 2 ബാഗല്ലേ ഉള്ളായിരുന്നു, ഇതിനകത്ത് ഇത്രയും വലിയ റോപ്പ് ഉണ്ടായിരുന്നു ഇവന്മാരിൽ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നല്ലോ ഓൾറെഡി ഇതൊരു വർക്കിംഗ് ആയിരുന്ന ഒരു പാർക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളോ ആ പാർക്കിൽ നിന്ന് കിട്ടിയത്. പാർക്കിലല്ല, പാർക്കിന് മുമ്പല്ലേ. അപ്പൊ ഈ ഫോറസ്റ്റിലൊക്കെ ഇവര് നേരത്തെ ആരെങ്കിലും വന്ന് ഉപേക്ഷിച്ച് കയറോ അങ്ങനെ അറിയുന്നില്ല. കാരണം ഇവരങ്ങനെ കുറെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്, തോക്ക് കിട്ടുന്നതിന്റെ സാധനമൊക്കെ കൊള്ളായിരുന്നു. അതെ അതെ, ആ സാധനങ്ങൾ അങ്ങനെ. അപ്പൊ അങ്ങനെ കുറച്ചധികം ഈ പറയുന്ന പോലെ ഫ്ലൈറ്റ് വന്ന് വീഴുന്നു, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം. ഇപ്പൊ ഇവര് റോപ്പ് ഇങ്ങനെ ഇവര് സാധനങ്ങൾ എടുക്കാതെ ഇവർ വിടുക, ഇവർക്ക് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോകുന്നത്. എന്നിട്ടാണ് ഇവർക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഇവിടുന്ന് ഇവർക്ക് ഈ സർവൈവൽ ഗെയിംസിലൊക്കെ നമ്മൾ കളിക്കുന്നത് ഇങ്ങനെ, നമ്മളെ ഒരു ഐലൻഡിൽ പെട്ടുപോകുന്നു, എന്നിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു ബാഗ് കിട്ടും, ബാഗിനകത്ത് 10 കള്ളിയേ ഉള്ളൂ. ഈ 10 കളിക്കകത്ത് നമ്മൾ കൊള്ളാവുന്ന സാധനം വെച്ചിട്ട് അത് ഭയങ്കര രസമാണ് അങ്ങനെ കളിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 1000 വട്ടം ചിന്തിക്കും, ഈ സാധനം എടുത്താൽ ഈ സാധനം കളയേണ്ടി വരും, ഈ സാധനം അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ സിനിമയിൽ വരുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ഇത് ഭയങ്കര ലീനിയറാണ്. ഈ സാധനം 3 എണ്ണം എടുക്കുന്നു, ഈ 3 സ്ഥലത്ത് ഇവർ പോകുന്നത് കൊണ്ട് ഡിനോസറുകൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഡിനോസറുകൾ അവരുടെ കാര്യം നോക്കി ഐലൻഡിൽ ജീവിച്ചോളാം, സമാധാനപരമായിട്ട് ജീവിക്കാം. അതെ, സമാധാനമായിട്ട് ജീവിക്കാം, ഞങ്ങളെ വെറുതെ വിട്ടേര് സാറേ എന്ന് പറയുന്ന ഡിനോസറുകൾ. പിന്നെ ലാസ്റ്റ് ഡിനോസർ അറ്റാക്ക് ചെയ്യുന്നത് തന്നെ അവരെ മ്യൂട്ടേറ്റ് ചെയ്ത് അങ്ങനെ അവസ്ഥയിൽ എത്തിച്ചത്, അവരെ ഉപദ്രവിച്ചിരിക്കണം മനുഷ്യൻ. അതെ അതെ. അപ്പോൾ ആ മനുഷ്യൻ വില്ലനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ മനുഷ്യരിൽ തന്നെ കൂടുതൽ വില്ലന്മാരാണ് കോർപ്പറേറ്റുകാർ. അങ്ങനെയുള്ള കുറേ എസ്റ്റാബ്ലിഷ്മെൻറ്റും അത് നമ്മളിനി മനസ്സിലായില്ലെങ്കിൽ നമ്മളിത് തുറന്ന് പറയുന്നുണ്ട് അവർ. ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ തിരിച്ചു വരാം. അവർക്ക് മരുന്നും കിട്ടി, അത് ഇവിടെ കൊണ്ട് വിൽക്കുകയും ചെയ്തു. നമ്മളൊക്കെ 20 വർഷം ഹൃദയാഘാതമുള്ളവർക്ക് ജീവിക്കാനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഇതും ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പുതുമയൊന്നുമില്ല ഇതിനകത്ത്. ഇനി അഥവാ ഇങ്ങനെ കണ്ടിരിക്കാനാണെങ്കിൽ അതെ, നിങ്ങൾക്കൊരു ഡൈനോസോറൊക്കെ വരുന്നത് കാണാൻ ഇഷ്ടമുള്ളവരാണ്, ഡൈനോസോറിനെ കുറച്ച് കാണണം തോന്നുന്നെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഡൈനോസോറിനെ കുറച്ചൊക്കെ കാണിക്കും, അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇനി ഇതൊന്നും ഫോളോ ചെയ്യാത്ത പെട്ടെന്നൊരു ദിവസം ഒരു പടം കാണാം, എന്നാൽ ഒരു ഇംഗ്ലീഷ് ഡിനോസർ, അതായത് ഇങ്ങനെ നമ്മളൊക്കെ ഒരു 4DX ഒരു 3D പടം കാണാം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പടങ്ങൾ കാണുന്നത് കൊണ്ട് നമുക്കിതൊക്കെ റിപ്പീറ്റേഷൻ ആണല്ലോ തോന്നും. ഇതിപ്പോൾ ഒരു വർഷത്തിലൊരു 10 പടം കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒരു പടം ഫണ്ടിന് കാണുക എന്നുള്ളതാണെങ്കിൽ അവർക്ക് ഓക്കെയാണ്. ഇപ്പോൾ അതായത് ഒരു കഥയുണ്ട്, ആ കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കും, ഒരു വലിക്കാതെ പെട്ടെന്ന് ഈ 3 സാധനം നമുക്ക് എടുക്കണം, പോകുന്നു 3 സാധനം എടുക്കുന്നു, തിരിച്ച് വരുമ്പോൾ കുറച്ച് പേര് കുറവുണ്ട്, അത്രയുള്ള പരിപാടി. സോ അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ പറയൂ. നമ്മൾ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം യോജിപ്പുണ്ട്, എത്രത്തോളം യോജിപ്പില്ല എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക.